all, welcome to X and Y USS channel. So നമ്മുടെ USS എക്സാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ കുറച്ച് അപ്ഡേറ്റ്സും കൂടെ അവർക്ക് കൊടുക്കാനുണ്ട് അല്ലേ? ഒന്ന് നമ്മുടെ റിസൾട്ട് എപ്പോഴാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങൾ, പിന്നെ നമ്മുടെ ആൻസർ കീ നമ്മുടെ ചാനലിലും അതുപോലെ നിങ്ങൾ ഒരുപാട് നിങ്ങളുടെ സ്കൂളിൽ നിന്നൊക്കെ ആൻസർ കീസ് കിട്ടിയിട്ടുണ്ടാവും. ഒഫീഷ്യൽ ആൻസർ കീയുടെ കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് പറയാനുണ്ട്. പിന്നെ നമുക്ക് എന്താണ് സ്കോളർഷിപ്പ്. അപ്പൊ നമ്മൾ എഴുതുന്ന നമ്മുടെ ആദ്യത്തെ ഒരു കോമ്പറ്റീറ്റീവ് പരീക്ഷ ആയിരിക്കും മിക്ക ആൾക്കാരുടെയും. അപ്പൊ അതിന്റെ ഒരു സ്കോളർഷിപ്പും സർട്ടിഫിക്കറ്റും ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ നമ്മുടെ USS X and Yയുടെ ക്യാമ്പയിൻ 2 മാസത്തെ ക്യാമ്പയിൻ അടിപൊളിയായിട്ട് നടന്നു. അതിന്റെ റിസൾട്ട്സ് ആയിട്ട് ഇപ്പൊ നമ്മുടെ 1 minute 1 mark ഷോർട്സിനൊക്കെ കുറെ റിവ്യൂസ് അല്ലേ നമ്മുടെ സ്റ്റുഡൻസ് ഒക്കെ വിളിച്ച് പറയുന്നത്. ഒരുപാട് കുട്ടികൾ ഓരോ ക്വസ്റ്റ്യൻസ് പഠിച്ചു. സോ അതിനുശേഷം നമ്മുടെ ആൻസർ കീ ഡിസ്കഷൻ നമ്മൾ പറഞ്ഞു നിങ്ങളുടെ മാർക്സ് ഒക്കെ നിങ്ങൾ കമന്റ് ഡൗൺ ചെയ്യാൻ, നിങ്ങൾക്ക് സർപ്രൈസിംഗ് ആയിട്ടുള്ള എലമെന്റ്സും കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ഒരുപാട് പേര് 70+ സ്കോർ തന്നെ ഉള്ളവരുണ്ട് അല്ലെ, കുറെ പേര് 70% അല്ല 70+ സ്കോർ ഉള്ള ഒരുപാട് പേരുണ്ട്. 60, 63 റേഞ്ച് ഉള്ളവരുണ്ട്. 80+ സ്കോർ ഉള്ള ഒരുപാട് സ്റ്റുഡൻസ് അല്ലെ. സോ നമ്മുടെ ക്യാമ്പയിൻ ഇപ്പൊ കഴിഞ്ഞു. ഇനി നമുക്ക് അറിയേണ്ടത് എപ്പോഴാണ് സ്കോളർഷിപ്പ്, അതുപോലെ മുന്നോട്ട് നമ്മൾ ഇനി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ. അതായത് നമ്മൾ ഒറ്റ കോമ്പറ്റീറ്റീവ് എക്സാം മാത്രം എഴുതുക എന്നുള്ളതല്ല അല്ലെ, മുന്നോട്ട് നമുക്ക് ഒരുപാട് എക്സാംസ് വരുന്നുണ്ട്. അതിന് ഫസ്റ്റ് സ്റ്റേജ് ആണ് നമ്മള് USS. നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നത് ഒരുപാട് കോമ്പറ്റീറ്റീവ് എക്സാമുകളുടെ പേരാണ്. ഇപ്പൊ എല്ലാവർക്കും അല്ലെ, ഒരാൾക്ക് ഈ പരീക്ഷ മുഴുവൻ എഴുതാൻ പറ്റണമെന്നില്ല. പക്ഷെ ഇതിൽ നമുക്ക് പറ്റാവുന്ന, നമുക്ക് താല്പര്യമുള്ള, ഇപ്പൊ നമുക്ക് മാത്സ് ആണ് ഇഷ്ടം, അപ്പൊ മാത്സിന് വേണ്ടി മാത്രമുള്ള പരീക്ഷകളുണ്ട്. അല്ലെ എനിക്ക് സയൻസ് റിലേറ്റഡ് ആയിട്ട് പോകണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള പരീക്ഷകളുണ്ട്. അപ്പൊ മുന്നോട്ടുള്ള പരീക്ഷകൾ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പാണ് USS അല്ലെ. ഇപ്പൊ ചില ആൾക്കാർ LSS എഴുതിയിട്ടുണ്ടാവും 4ാം ക്ലാസ്സിൽ, പക്ഷെ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പാണ് USS. അതുപോലെ USS മാർക്ക് കുറഞ്ഞു അല്ലെ എനിക്ക് 60 ഒക്കെയാണ് കിട്ടിയതെന്ന് വിചാരിക്കുന്ന കുറച്ച് പേരുണ്ടാവും. അവരൊന്നും ടെൻഷൻ അടിക്കണ്ടല്ലോ. ഇപ്പൊ ഞാൻ തന്നെ LSS എഴുതിയിരുന്നു, അന്ന് LSS കിട്ടിയില്ല. അപ്പൊ അന്ന് ഞാൻ LSS കിട്ടിയില്ല എന്ന് വിചാരിച്ച് പിന്നെ മുന്നോട്ട് എഴുതിയില്ലായിരുന്നു, USS കിട്ടില്ല. അപ്പൊ ഇനി നമ്മൾ എല്ലാ പരീക്ഷകളും എഴുതുക എന്നുള്ള ഒരു ഉറപ്പ് നമ്മൾ വരുത്തണം. സോ നമ്മൾ ഇന്നത്തെ അപ്ഡേറ്റ്സ് നമുക്കൊന്ന് പറയാം അല്ലേ? യെസ്. അപ്പൊ നമുക്ക് ഒഫീഷ്യൽ ആൻസർ കീ എന്ന് വരുന്നതാണ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്കമിങ് വീക്കിൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം നമ്മുടെ ഒഫീഷ്യൽ ആൻസർ കീ. അതേപോലെ തന്നെ ചില ക്വസ്റ്റ്യൻസ് നമ്മുടെ കെമിസ്ട്രിയിൽ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ്, നമ്മൾ ബേസിക് സയൻസിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒരു ക്വസ്റ്റ്യന് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ഇഷ്യൂ ഉണ്ട്, അപ്പം അത് ക്യാൻസൽ ആവാൻ സാധ്യതയുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഓൾറെഡി നമ്മൾ ലൈവിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് നിയാ സാറ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അതും ഒക്കെ മാറിയിട്ടുള്ള ഒരു ആൻസർ കീ നമുക്ക് നോക്കാം. അപ്പൊ അടുത്ത വീക്കിലേക്ക് നമ്മുടെ ഒഫീഷ്യൽ ആൻസർ കീ വരും. അപ്പൊ നമുക്ക് ചലഞ്ച് ചെയ്യാനുള്ള ഒരു സമയമാണ്. അതായത് ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ക്യാൻസലേഷൻ ഉണ്ടെങ്കിലോ, നമുക്ക് ഇപ്പൊ കുറെ പേര് പറഞ്ഞ 62 മാർക്ക് ഒക്കെ ഉണ്ടെന്നുള്ളത്. ഇപ്പൊ ചിലപ്പോൾ അത് ക്യാൻസലേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു മാർക്ക് കിട്ടാം. അപ്പൊ നമ്മളൊരു എക്സ്പെക്ടേഷനിൽ ഇരിക്കണം എന്നല്ല പറയുന്നത്. അടുത്ത ആഴ്ച ഒഫീഷ്യൽ ആൻസർ കീ വരുമ്പോൾ അപ്പൊ തന്നെ നമ്മുടെ ചാനലിൽ അതിന്റെ അപ്ഡേറ്റ്സ് വരുന്നതായിരിക്കും. ആ സമയത്ത് തന്നെ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ഒന്നുകൂടെ ക്രോസ് ചെക്ക് ചെയ്യുക, എന്തെങ്കിലും ചേഞ്ചുകൾ ഉണ്ടോ എന്നുള്ളത്. അതിന് ചലഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും അവരെന്ത് ചെയ്യുക, OMR വാല്യുവേഷൻ ഓക്കെ. സോ ഇതാണ് നമ്മുടെ ആൻസർ കീയുടെ അപ്ഡേറ്റ്. ഇനി എല്ലാവർക്കും അറിയേണ്ടത് എപ്പോഴാണ് റിസൾട്ട് വരാനാണ്. സോ നമ്മുടെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, OMR ആണല്ലേ, OMR-ലാണ് ഫിൽ ചെയ്തത്. അപ്പൊ OMR ഷീറ്റ് എന്ത് ചെയ്യണം, നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് ചെയ്തിട്ട്. അതുപോലെ തന്നെ ഇവർക്ക് പാരലലി ഇവരുടെ ആനുവൽ കൊല്ല പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ റിസൾട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഏപ്രിൽ അവസാനത്തിലേക്കാണ്. അപ്പൊ എല്ലാ വർഷം പോലെ ഏപ്രിൽ മെയ് സമയത്തിൽ ആയിരിക്കും എന്ത് ചെയ്യുക, അതിന്റെ USS-ന്റെ റിസൾട്ട് വരുന്നത്. അതുപോലെ ഓരോ വിദ്യാഭ്യാസ ജില്ല തിരിച്ചിട്ടാണ് അതിന്റെ റിസൾട്ടുകളൊക്കെ വരുന്നത്. നിങ്ങൾക്ക് അറിയാം അതിൽ ഗിഫ്റ്റഡ് സ്റ്റുഡൻസിന്റെ കാര്യങ്ങളൊക്കെ വരാനുണ്ട്. സോ നമ്മുടെ ഒഫീഷ്യൽ ആൻസർ കീയും റിസൾട്ടിന്റെ അപ്ഡേറ്റ്സ് ഇതാണ്. നെക്സ്റ്റ് തിങ്, സർട്ടിഫിക്കറ്റ് ആൻഡ് സ്കോളർഷിപ്പ്. സോ USS പരീക്ഷയുടെ സർട്ടിഫിക്കറ്റുകൾ പരീക്ഷാ ഭവനാണ് നടത്തുന്നത്. അപ്പൊ അവരാണ് എന്ത് ചെയ്യുക, അത് റിലീസ് ചെയ്യുന്നത്. ഇനി സ്കോളർഷിപ്പിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് അഫ്തർ സാർ? സ്കോളർഷിപ്പ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്കോളർഷിപ്പ് നമുക്ക് ഓരോ വർഷങ്ങളിലായിട്ടാണ് കൊടുക്കുന്നത്. വരുന്ന അധ്യയന വർഷം, അതായത് 8ാം ക്ലാസ് മുതലാണ് നിങ്ങൾക്ക് സ്കോളർഷിപ്പ് കിട്ടുക. അതേപോലെ തന്നെ ഇപ്പം ഒരുപാട് ആൾക്കാർക്ക് പെൻഡിങ് നിൽക്കുന്നുണ്ട്. അപ്പൊ ഒരുപാട് ആൾക്കാർക്ക് അതൊരു നെഗറ്റീവ് ആയിട്ടൊരു ഫീൽ വരുന്നുണ്ട്. അതൊരിക്കലും ആ ഒരു പൈസ അല്ലെങ്കിൽ ആ ഒരു സ്കോളർഷിപ്പിന് വേണ്ടിയിട്ടല്ല നമ്മൾ എഴുതുന്നത്. നമുക്കെന്താണ്, നമുക്കൊരു ക്വാളിഫിക്കേഷൻ ആണ്. നമ്മുടെ ആദ്യത്തെ കോമ്പറ്റീറ്റീവ് പരീക്ഷയാണ്, നമ്മൾ നന്നായിട്ട് എഴുതി അതിന്റെ സർട്ടിഫിക്കേഷൻ നമുക്ക് കിട്ടി. അതിന്റെ സ്കോളർഷിപ്പ് എമൗണ്ട് പ്രോസസ് ചെയ്യുന്നത് അത് മറ്റു കാര്യങ്ങളാണ്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അത് ലേറ്റ് ആയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചാനലൊക്കെ കണ്ടോ. അപ്പൊ അത് നിങ്ങൾക്ക് കിട്ടുന്നെങ്കിൽ എന്താണ്, 8, 9, 10 ക്ലാസ്സുകളിൽ 3 വർഷങ്ങളിലായിട്ട് ഒരു എമൗണ്ട് നിങ്ങൾക്ക് കിട്ടിയായിരിക്കും ചെയ്യാം. അതല്ല നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ എഴുതി അതിന്റെ റിസൾട്ട്, നമ്മൾ എങ്ങനെ സ്കോളർഷിപ്പ് എത്രത്തോളം പ്രിപ്പയർ ചെയ്തു, എങ്ങനെ നന്നായിട്ട് എഴുതി. ഇനി നമ്മൾ മുന്നിലേക്ക് 8ാം ക്ലാസ്സിലേക്കാണല്ലേ. അപ്പൊ 8ാം ക്ലാസ്സിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ, അല്ലെ അതിലുള്ള എക്സാംസ് ഏതൊക്കെയാണ്
അറിയാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നോട്ട് നോക്കണം. സോ അതിനുവേണ്ടി നമുക്കറിയാം നമ്മുടെ എക്സാൻവൈയുടെ JEE അല്ലെങ്കിൽ നീറ്റ് ഫൗണ്ടേഷൻ കോഴ്സിൽ നമ്മൾ എല്ലാ എക്സാംസിന്റെ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നിങ്ങളുടെ USSന് 7ാം ക്ലാസ്സിൽ ഒരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്, നമ്മൾ USS എല്ലാവരും എഴുതി. നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഇനി 8ാം ക്ലാസ്സിൽ ഇവർക്ക് എന്തൊക്കെ പരീക്ഷകൾ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ മുഴുവൻ ആ കമ്മ്യൂണിറ്റിയിൽ, അതുപോലെ പോൾ ക്വസ്റ്റ്യൻസോ മറ്റ് അപ്ഡേറ്റ്സോ ഒക്കെ അതിൽ വരുന്നതായിരിക്കും. അപ്പൊ ആരും അത് ലീവ് ചെയ്ത് പോകണ്ട. അതുപോലെ നിങ്ങൾ 8ലുള്ള ഫ്രണ്ട്സിനെ ഒക്കെ അതിലേക്ക് ആഡ് ചെയ്യാം അല്ലെ. അപ്പൊ ഇനി മുന്നോട്ട് ഉറപ്പ് വരുത്തേണ്ട കാര്യം, ഞാൻ ഇനി പറ്റുന്ന കോമ്പറ്റീറ്റീവ് പരീക്ഷകൾ മുഴുവൻ എഴുതുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് ഈ കോമ്പറ്റീറ്റീവ് എക്സാംസ് എഴുതുമ്പോഴുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം നമുക്ക് ബാക്കിയുള്ളവരുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ തന്നെ ഒന്ന് കമ്പയർ ചെയ്യാൻ പറ്റും. അതാണ് കുറച്ചുകൂടെ വലിയ ക്ലാസ് ആകുമ്പോൾ അല്ലെ JEE നീറ്റ് ഒക്കെ എഴുതണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉള്ളവർക്ക് ലക്ഷക്കണക്കിന് ആൾക്കാരായിട്ടല്ലേ മത്സരിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഒരു പറ്റിയ ചാൻസ് ആണ് ചെറിയ ചെറിയ ടീമുകളായിട്ട് അല്ലെ കുറച്ച് കോമ്പറ്റീറ്റീവ് ആയിട്ട് ആൾക്കാർ മത്സരിച്ച് നമുക്ക് പ്രാക്ടീസ് ആവാം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ക്ലാസ്സുകളെല്ലാം നമ്മുടെ എക്സാൻവൈ ഫൗണ്ടേഷൻ കോഴ്സിലുണ്ട്. സോ നമ്മുടെ ഫൗണ്ടേഷന്റെ കോഴ്സിന്റെ പ്രോഗ്രാം, അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ നിങ്ങൾക്ക് ചെയ്യാൻ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൾ ചെയ്തിട്ട് അറിയാൻ പറ്റും, എൻക്വയറി ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ അതേപോലെ തന്നെ അതാണ് നമ്മുടെ USS നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതും കൂടെയാണ്, നമ്മുടെ USS സ്കോളർഷിപ്പ് നേടുന്നവർക്ക് നമ്മുടെ എക്സാൻവൈ ഫൗണ്ടേഷൻ കോഴ്സിന് ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട്, 3000 ഓഫ് ഉണ്ട്. സോ ഈ ചാൻസ് എല്ലാവരും കറക്റ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുക. മറ്റ് എക്സാമുകൾക്കും കാര്യങ്ങൾക്കും ഒക്കെ ഉള്ള ഫുൾ സപ്പോർട്ട് നമ്മുടെ എക്സാൻവൈ ടീം അല്ലെ, നമ്മുടെ എക്സാൻവൈ വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് എല്ലാവരും റെഡിയാണ്. അപ്പൊ ഇത് കാണുന്ന പാരന്റ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ടീച്ചേഴ്സ് ആണെങ്കിലും സ്റ്റുഡൻസ് ആണെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് USSന്റെ വരുന്ന അപ്ഡേറ്റ്സ് ഒക്കെ നമ്മുടെ ചാനലിൽ വരുന്ന, അതേപോലെ തന്നെ നമ്മളെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ നമ്മൾ വരുന്നതായിരിക്കും. ആ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നതാണ്. അപ്പൊ എന്തായാ എല്ലാവരും അതിനായിട്ട് നമ്മൾ റിസൾട്ടിനും ഒഫീഷ്യൽ ആൻസർ കീക്ക് വേണ്ടിട്ട് എന്ത് ചെയ്യാം, വെയിറ്റ് ചെയ്യാം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഉറപ്പായിട്ടും ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് മറ്റൊരു ക്ലാസ്, അതേപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങളുടെ അടുത്ത വർഷങ്ങളിലേക്ക് അടുത്ത വർഷങ്ങളിൽ നിങ്ങളുടെ സിബ്ലിംഗ്സ് ഒക്കെ വരുമല്ലോ അല്ലെ, അവർക്ക് അതുപോലെ നമ്മുടെ വരുന്ന ഡേയ്സിൽ നമുക്ക് ഇനി മെന്റിങ് കുറച്ച് റിലാക്സിങ് കാര്യങ്ങളൊക്കെ കൊല്ല പരീക്ഷ നടക്കുന്നതുകൊണ്ടാണ് നമ്മൾ അപ്ഡേറ്റ്സ് ഒന്നും തരാത്തത്. അപ്പൊ നമുക്ക് മറ്റൊരു ക്ലാസ്സും ലൈവും മറ്റൊരു മെന്റിയും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. യെസ്, അപ്പൊ താങ്ക് യു ആൾ, ബൈ.